ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഗോവിന്ദ ഗോവിന്ദ. ഭക്തന്മാര് പല സ്ഥലങ്ങളില് പല വിധത്തില് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് ജപങ്ങളായിട്ടും ക്ഷേത്രാടനമായിട്ടും തീർത്ഥാടനങ്ങളായിട്ടും വ്രതങ്ങളായിട്ടും ഒക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങള്, ബ്രാഹ്മണര് ചെയ്യുന്നതായിട്ടുള്ള നിഷ്കാമകർമ്മങ്ങള് പോരാ, വിവിധ ദിക്കുകളില് എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ചുകൊണ്ട് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, അവരുടെയൊക്കെ ആ സൽബുദ്ധി അല്ലെങ്കിൽ ആ സൽക്കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കലികാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുകൂടിയിരുന്ന് ഈശ്വര വിചാരം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ തൃപ്പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സുദിനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എത്രയൊക്കെ നമ്മളുടെ ജീവിതത്തില് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശ്വരൻ എന്നോട് കരുണ ഇല്ലേ എന്നുള്ളൊരു തോന്നല് നമുക്ക് തോന്നും. യഥാർത്ഥത്തില് ഈ ദുഃഖമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു സ്രോതസ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അത് നമ്മൾ മറന്നു പോകുന്നത് അല്ലേ. നമ്മള് ഈ ദുഃഖമില്ലാത്ത ഒരവസ്ഥ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അല്ലേ, പറയാറില്ലേ, ഗംഗയുടെ അടുത്തുള്ളവർക്ക് ഗംഗയുടെ പ്രാധാന്യം ഒട്ടും മനസ്സിലാകില്ല എന്നുള്ളതല്ല, അവർ നിത്യം കാണുന്നു, അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രത്യേകത അവിടെ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മള് ആർക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ? ഗംഗയിൽ നിന്നൊക്കെ ഗംഗയിലേക്ക് എത്താൻ പോലും സാധിക്കാതെ ദൂരത്തിരിക്കുന്ന നമ്മൾക്കൊക്കെയാണ് ആ ഒരു അല്ലെങ്കിൽ തോന്നലും ആ ഒരു മനസ്സിൽ അങ്ങനെ ഒരു വിചാരം തന്നെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. അപ്പോ ഈ ഐശ്വര്യം എന്നുള്ളത് അല്ലെങ്കിൽ ദുഃഖമില്ലായ്മ എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം വേണ്ടത്. പിന്നെന്താണ്? നമുക്ക് ശരിക്കും പറഞ്ഞാല് കണ്ണനെ നമ്മളുടെ കൂടെ നിർത്തണമെങ്കിൽ ഈ കണ്ണൻ നമ്മളുടെ കൂടെ ഉള്ളതാണ് എപ്പോഴും നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ആനന്ദം എന്ന് പറയുന്നത് അതേ ഉള്ളൂ. അപ്പം കണ്ണൻ നമ്മളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കണ്ണനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയം ഉണ്ടാവണം. കണ്ണനെ കുറിച്ച് എപ്പോഴാ ചിന്തിക്കുക? ദുഃഖമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ ജ്ഞാനിയാണെങ്കിലും എന്താണ്, അതെല്ലാം മറക്കും, അതൊക്കെ മറന്നു പോകും. കാരണം എന്താണ്? ഇതിങ്ങനെ വന്നുകൂടി ആ സുഖത്തില് അഹങ്കരിച്ച് നമ്മൾ പോകുമ്പോ നമുക്കവിടെ പിന്നെ അല്ലെ വേറെ മറ്റ് ആശ്രയങ്ങളൊന്നും നമുക്ക് വേണ്ടാന്നൊരു തോന്നൽ നമ്മളുടെ ഉള്ളിൽ വരിക. അവസാനം എന്ത് ചെയ്യും? അവസാനം കണ്ണൻ ഒരു കൊളുത്തിട്ടിങ്ങ് പിടിക്കും. എന്നൊരു പിടുത്തം പിടിക്കുമ്പോഴത്തേക്കും താനെ എന്ത് ചെയ്യും? എല്ലാ പത്തിയും മടക്കി അല്ലെ അവസാനം കണ്ണന്റെ അടുത്തേക്ക് വന്ന് വീഴുകയും ചെയ്യും. മറിച്ച് നമ്മളുടെ കർമ്മങ്ങൾക്കൊക്കെ ആധാരമായിക്കൊണ്ടുള്ള ഈ കണ്ണനെ നമുക്ക് സ്ഥിരം അല്ലെങ്കിൽ നമ്മളുടെ കർമ്മത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അഹങ്കാരം എന്നുള്ള ഒരു അവസ്ഥ നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നില്ല. കാരണം എന്താണ്? ഈ കൊണ്ടുപോകുന്ന കസ്റ്റോഡിയൻ അല്ലെ, കസ്റ്റോഡിയൻ എന്ന് പറയല്ലേ, ആ കസ്റ്റോഡിയനാണ് യഥാർത്ഥത്തിൽ നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്നത് എങ്കിൽ നമ്മളെ ഒന്നും അവിടെ അങ്ങനെ കൂടെ പൊക്കോളുക. അപ്പൊ കൂടെ പോകണമെങ്കിൽ കുറച്ചൊക്കെ ദുഃഖങ്ങളും കുറച്ചൊക്കെ അല്ലെ സങ്കടങ്ങൾ വേണം. നമുക്ക് സങ്കടങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ആർത്തി ഉണ്ടാവുള്ളൂ. എന്താ ആർത്തി? കണ്ണനെ കാണാൻ വേണ്ടിയിട്ടും കണ്ണന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു ആർത്തി ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് ദുഃഖം വേണം അല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ദുഃഖം അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന സുഖ ദുഃഖങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്. അപ്പം എന്ന് പറയാറുണ്ട്, ഈ നല്ല കഠിന പരിശ്രമം അല്ലെങ്കിൽ നല്ല ത്യാഗം അല്ലെ, യത്നം ഉണ്ടെങ്കിൽ മാത്രമേ രത്നത്തെ കിട്ടുള്ളൂ എന്നാ പറയുന്നത് അല്ലെ. രത്നം വേണമെങ്കിൽ യത്നം ഉണ്ടാകണം. അപ്പം ആ ഒരു യത്നത്തിന് നമുക്ക് യത്നം ചെയ്യണമെങ്കിൽ
നമുക്ക് കുറച്ചൊക്കെ ദുഃഖങ്ങൾ വേണം. അപ്പം നോക്കുമ്പോ എന്തായി? അപ്പൊ നോക്കുമ്പം കുന്തി ദേവി പറയുന്ന പോലെ അല്ലെ, ദുഃഖം തന്നെയാണ് ഭേദം എന്ന് തോന്നുന്നു നമുക്ക്. കാരണം ദുഃഖം ഇല്ലാത്തവരുടെ അവസ്ഥ നമുക്ക് നമ്മൾ കാണുന്നതാണ് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കണ്ണനെ കുറിച്ചൊന്ന് ചിന്തിക്കാനോ കണ്ണന്റെ അടുത്തൊന്ന് വരാനോ അല്ലെങ്കിൽ അതിനൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത തന്നെ ഉണ്ടാവുന്നില്ല. അപ്പൊ എപ്പോഴും നമ്മൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ ദുഃഖങ്ങളെ ഒരിക്കലും അല്ലെ നമുക്ക് ശാപമായിട്ട് വെക്കരുത്. പിന്നെന്താണ്? ദുഃഖങ്ങൾ എന്നും നമുക്ക് കൂട്ടായിട്ട് നിർത്തണം. അപ്പോഴേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സത്സംഗങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല, എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല, തീർത്ഥാടനങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല, സജ്ജനങ്ങളുമായിട്ട് എനിക്ക് കൂട്ടുകൂടാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു വേദന നമ്മളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം എന്താണ്, ഇതിനെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്ത ഉണ്ടാവുകയുള്ളൂ. ആലോചിച്ച് നോക്കുക. അതന്നെ വലിയൊരു സത്സംഗം കിട്ടുകയാണ് അവിടെ. എനിക്ക് വായനയ്ക്ക് പോകാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ എന്തായി? അവിടുത്തെ ആ വായനയെക്കുറിച്ചും അല്ലെങ്കിൽ ആ കണ്ണനെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മളുടെ മനസ്സിൽ നമ്മൾ തീർത്തിരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ, ഗുരുവായൂർ ചെല്ലുന്നതിനേക്കാൾ സുഖമാണ് എന്താണ്, ഗുരുവായൂർക്ക് പോണം 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 എന്ന് വിചാരിച്ച് നമ്മളുടെ ഗൃഹത്തിലിരുന്ന് ഗുരുവായൂരപ്പനെ കാണുക. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗുരുവായൂരപ്പനെ കാണുന്നത്. അവിടെ ചെന്നാൽ കാണലൊക്കെ കഷ്ടിയാവും അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എന്താണ് രംഗങ്ങൾ നമ്മൾ കാണേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ കണ്ടുവന്ന് ഇരിക്കുകയില്ല. പക്ഷേ അവിടെ പോണം എന്ന് നമുക്കുള്ള ഒരു മോഹമുണ്ടല്ലോ, ആ മോഹം നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവാതെ ഇരുന്നാൽ എന്നും ആ ഗുരുവായൂരപ്പന്റെ കൂടെ ഇരിക്കാൻ സാധിക്കും. അതാണ് ശരിക്കും. നമുക്ക് തോന്നും പലതും എന്താണ് എൻ്റെ ഒരു അല്ലെ, സത്യത്തിൽ ദുർലഭമായിട്ട് കിട്ടുന്നതായിട്ടുള്ള ജന്മമാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത്. മനുഷ്യജന്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്കിതുപോലെ തിരിച്ച് അറിയാൻ നമുക്ക് സാധിക്കും അല്ലേ. എത്ര പൊട്ടയായിട്ടുള്ളതാണെങ്കിലും അതിനെ നന്നാക്കാൻ ആർക്ക് പറ്റും? സജ്ജനങ്ങൾക്ക് പറ്റും. എത്ര പൊട്ടയായിട്ട് മറ്റുള്ളവർ വിചാരിച്ചോട്ടെ, കണ്ടോട്ടെ, പക്ഷെ അതൊക്കെ സജ്ജനങ്ങൾക്ക് അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പം ഒരിക്കലും നമ്മളൊന്നും ശപിക്കപ്പെട്ട ഒരു പാപികളല്ല നമ്മൾ ഒരിക്കലും. പിന്നെന്താണ്, നമ്മളൊക്കെ പുണ്യ ജന്മങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മൾ അതിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഈശ്വരനിൽ നിന്ന് വിടുമ്പോഴാണ് സത്യത്തിൽ സങ്കടം. അതാരും മനസ്സിലാക്കുന്നില്ല. എല്ലാരും വിചാരിക്കുന്നത് സങ്കടം കുറച്ചുണ്ടെങ്കിൽ ഹേമായി അല്ലെ, കുറച്ചു പേരുടെ സഹതാപവും കിട്ടും, സഹതാപം വോട്ട് കിട്ടും അല്ലെ. അതൊന്നുമല്ല. സങ്കടം എന്നുള്ളത് ഒരിക്കലും നമ്മളെ ബാധിക്കരുത്. കാരണം എന്താണ്, ഇതൊന്നും ഞാൻ കാരണം എന്ന് പറയുമ്പോഴല്ലേ അവിടെ സങ്കടം വരുന്നത്. അതെ, യാതൊരു സംശയവുമില്ല. നമുക്ക് സങ്കടം വരുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ എന്നുള്ള ഈ ശരീരബോധം നമ്മളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലമാണ് നമുക്ക് ഈ ദുഃഖം എന്നുള്ളൊരവസ്ഥ. ഈ ദുഃഖം എന്നുള്ളൊരവസ്ഥ ഇല്ലാണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വെറും ഒരു യന്ത്രമാണ്. ഇത് നശിച്ചു പോകുന്നതാണ് ഈ ശരീരം. ഇത് ഞാനെന്നോ എൻ്റെന്നോ പറയുന്നത് ഈ ശരീരമല്ല എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ എന്ന് ഉറപ്പിക്കുന്നോ അപ്പോഴാണ് നമുക്ക് ഈ സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാതെ നമുക്ക് പലരെയും നമുക്ക് പല രീതിയിലും നമുക്ക് ആരോപിക്കാം അല്ലെ. പലരോടും നമുക്ക് ചിലപ്പം സ്നേഹം തോന്നാം, ചിലപ്പം ദ്വേഷം തോന്നാം. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഈ പുറമേ കാണുന്നതായിട്ടുള്ള ഈ ശരീര വസ്തുവിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, നമ്മളുടെ ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറി മാറി പോവുകയാണ്. ഇന്ന് ഇഷ്ടപ്പെടുന്നവരെ നാളെ ഇഷ്ടപ്പെടാതാവാം, യാതൊരു സംശയമില്ല. പെട്ടെന്ന് മാറ്റാം. അതെന്തോട് അങ്ങനെ മാറുന്നത്? അങ്ങനെയാണെ മാറാവോ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അല്ലെ, ഒരു നിമിഷത്തിൽ നമ്മൾ വേഗം അയാൾ നമ്മളുടെ ശത്രുവായിട്ട് മാറുന്നു. എന്തേ അതിന്റെ മാറ്റം വരുന്നതിന്റെ കാരണം? പുറമേയുള്ള ഈ ശരീര ഭംഗിയോ അല്ലെങ്കിൽ ഈ പുറമേയുള്ള ഈ ബാഹ്യമായിട്ടുള്ള ഇത് കണ്ടുകൊണ്ടോ നമ്മളുടെ മനസ്സിന് ഒരിക്കലും മാറ്റം വരുന്നത്. അതിന്റെ ഉള്ളില് അന്തര്യാമിയില് ഉള്ള ആ വസ്തുവിനെ മാത്രം ശ്രദ്ധിക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് എല്ലാത്തിനെയും ഒരേപോലെ സ്വീകരിക്കാൻ സാധിക്കും. ആ ഒരു സമദർശനമാണ് യഥാർത്ഥത്തില് ഈ മനുഷ്യജന്മം കൊണ്ട് നമുക്ക് തിരിച്ചറിയേണ്ടതും. നമുക്ക് ആരോട് പരിവട്ടവും ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് നമുക്കിതാ ആ സ്വന്തം. നമ്മൾ ഇനി ഒരു കാര്യം വിചാരിച്ചോടുക,
ഒരിക്കലും നമ്മളുടെ സന്തോഷം മറ്റാരുടെ കയ്യിലും അല്ല. ആണോ? ആരുടെ കയ്യിലും അല്ല. ഇനി എന്റെ സന്തോഷത്തെ ഒരുത്തർക്കും ഇല്ലാണ്ടാക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മനോഭാവത്തിലാണ്. ഞാനാണ് നിശ്ചയിക്കുന്നത് എന്റെ സന്തോഷം. അതിനെ ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല. പക്ഷെ തകരുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വേറെ ആരുടെയും കുറ്റമല്ല, എന്റെ കുറ്റമാണ്. അതെ, ഞാൻ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ആരുടെ കുറ്റാണ്? എനിക്ക് ഒരാളോട് വിരോധമുണ്ട്, അല്ലെങ്കിൽ ഒരാളോടൊരു ദേഷ്യമുണ്ട്. ആരുടെ കുറ്റാണത്? അയാളുടെ കുറ്റാണോ? അയാളുടെ കുറ്റമല്ല, എന്റെ മനോഭാവത്തിന്റെ കുറ്റം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ നിശ്ചയിക്കുക, ഞാൻ അല്ലെ സന്തോഷമായിട്ടിരിക്കണോ ഏത് സമയത്തും? ഞാൻ എപ്പോഴും മനസ്സിന് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കണോ? എനിക്ക് എല്ലാവരെയും കാണുമ്പോഴും എനിക്ക് സന്തോഷം ഉണ്ടാവണോ എന്ന് നിശ്ചയിക്കേണ്ടത് ആരാണ്? നമ്മളാ നിശ്ചയിക്കേണ്ടത്. അപ്പം ദുഃഖത്തിനും സുഖത്തിനും ഒന്നും നമുക്ക് ആരും പഴിചാരാനുള്ള ഒരു അവകാശം നമുക്കില്ല. അവകാശമില്ല എന്നുള്ളതല്ല, അത് വെറും പൊട്ട ബുദ്ധിയാണ്. ഇനി ഒരിക്കലും നമ്മൾ ആരോടും അതിനൊരു പരിഭവമായിട്ട് പറയരുത് എന്ന് പറയാം. നമ്മളുടെ ദുഃഖം, നമ്മളുടെ സന്തോഷം, ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളുടെ മനസ്സിനെ അതേപോലെ പാകപ്പെടുത്തി ആ സന്തോഷത്തെ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഭഗവാൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. പതിവ് പോലെ നമുക്ക് ലോകത്തിന്റെ മംഗളത്തിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞതായിട്ടുള്ള ഈ ഒരു അജ്ഞതയാണ് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം ആ അജ്ഞതയൊക്കെ എല്ലാവർക്കും മാറാൻ വേണ്ടിയിട്ട് ഉള്ള സാഹചര്യങ്ങളെ ഗുരുവായൂരപ്പൻ കൊണ്ടു കൊടുക്കുക. ദുഃഖങ്ങളുണ്ടാവാം, പിന്നെ രോഗങ്ങളുണ്ടാകാം, അല്ലെ, മാറാരോഗങ്ങള്, അതുപോലെ തന്നെ അവയവങ്ങള് നഷ്ടപ്പെട്ടവര്, അവയവങ്ങൾ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നവര്, ദാമ്പത്യത്തിലുള്ള ദുഃഖം, എന്താ ദുഃഖത്തിന്റെ കഥ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അത് എത്ര പറഞ്ഞാലും തീരുകയില്ല. പക്ഷെ ആ ദുഃഖത്തെയൊക്കെ മറികടക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു ജ്ഞാനം, അതാണ് നമുക്കൊക്കെ വേണ്ടത് ശരിക്കും. ആ ദുഃഖത്തിനെ മറികടക്കാനുള്ള ഒരു ജ്ഞാനം എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ ഭഗവാൻ അവർക്ക് ആ ദുഃഖം അറിയാതെ സുഖമായിട്ട് ആ ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കും. എല്ലാവർക്കും, പ്രകൃതിയിലുള്ള എന്താണ്, മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും സകല ചരാചരങ്ങൾക്കും സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാഹ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമുക്കിതാ ജ്വരസ്തുതി ചൊല്ലിക്കൊണ്ട് ആ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം. നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധയേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മ ജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാരതൽ സംഘാതോ ബീജരോഹ പ്രവാഹസ്വന്മായേഷ തന്നിഷേധം പ്രപദ്യേ നാനാഭാവീർദേവാൻ സാധൂം ലോകസേതൂൻ ബിഭർഷീഹം സ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തെ ഭാരഹാരായ ഭൂമേഃ തത്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോസേവേരൻ യാവദാശാനുബദ്ധാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.